ഇതൊരു ചെറിയ ടൗൺ ആണ്. അതിന് അടുത്ത് തന്നെയാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഉള്ളത്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാം, വളരെ പഴയ കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ്. UK വീടുകൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിംഗ് വിക്ടോറിയൻ കാലത്ത് നിർമ്മിച്ചതാണ്. വലിയ കല്ലുകളൊക്കെ ഉപയോഗിച്ചാണ് അന്നത്തെ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ. ഒരു നില അടിയിലോട്ടാണ്, ബേസ്മെന്റ് ഉണ്ട്. അതുകൂടാതെ മറ്റു 3 നില കൂടിയുണ്ട് ഇത്തരം വീടുകൾക്കെല്ലാം. സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പൊ ഈ ബ്രിഡ്ജ് കടന്നു പോകാം. അപ്പൊ അതിന് £1 ഇതിന് ടോൾ നൽകേണ്ടത്. ഇപ്പൊ നമുക്കിവിടെ പേ ചെയ്തിട്ട് ഈ ബ്രിഡ്ജിലൂടെ നമുക്കിപ്പോ കടന്നു പോകാം. നല്ല രസമുള്ള ഒരു ബ്രിഡ്ജാണിത്. ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇപ്പൊ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. റിവർ എവൻ ആണ് താഴെ കാണുന്നത്. നല്ല ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചേക്കുന്നത്. എന്റെ സൈഡിലൂടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റുമെങ്കിലും ഇപ്പൊ താഴേക്ക് ഇറങ്ങി പോകാനുള്ള വഴി ഇവിടെ ഇല്ല. കുറച്ച് ദൂരം നടക്കുകയാണെങ്കിൽ നമുക്ക് പുഴയുടെ സൈഡിലോട്ട് പോകാം. ഇപ്പോൾ പുഴയൊക്കെ കലങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. എത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും പാലത്തിൽ മുട്ടാത്ത രീതിയിലുള്ള ആ ഒരു ഉയരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ സമയത്തും ബ്രിഡ്ജുകളുടെയും പ്രധാന കൺസ്ട്രക്ഷന്റെയും ഒക്കെ ലെങ്ത് ചെക്ക് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പോൾ പാലം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള റിനോവേഷൻ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ സമയത്തും പാലം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ എപ്പോഴും ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുക. എപ്പോഴും തന്നെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തി അത് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ആ ഒരു രീതിയാണ് വികസിത രാജ്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. 702 അടി നീളമാണ് ഈ പാലത്തിനുള്ളത്. 245 അടി ഉയരവും. അത്രയധികം ഉയരത്തിലുള്ള ഒരു പാലമാണ്. കാറുകളും വാനുകൾക്കും ഒക്കെയാണ് ഇപ്പോൾ പെർമിഷൻ ഉള്ളൂ. വലിയ ഹെവി വാഹനങ്ങൾക്ക് ഇപ്പോൾ അനുമതിയില്ല. സാധാരണ ഇരുമ്പ് വടങ്ങൾ ഉപയോഗിച്ചാണ് സസ്പെൻഷൻ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതെങ്കിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ബ്രിസ്റ്റോളിലെ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇതുപോലുള്ള ഇരുമ്പ് ഉപയോഗിച്ചാണ് ഈ സസ്പെൻഷൻ ആദ്യം നിർമ്മിച്ചത്. അതിൽ നിന്ന് പാലം ഹാങ് ചെയ്യുന്ന രീതിയിൽ, തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് വെയിറ്റ് ബെയർ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഒരു പാലമാണിത്. ആദ്യം സ്ട്രോങ് ആയിട്ടുള്ള സസ്പെൻഷൻ നിർമ്മിച്ച് അതിൽ ഇതുപോലുള്ള ഇരുമ്പ് സ്റ്റിക്കുകൾ ഉപയോഗിച്ച് പാലം തൂങ്ങി നിൽക്കുന്ന ആ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. വളരെ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സിറ്റി. എല്ലായിടത്തും റോഡുകളാണെങ്കിലും പാർക്കുകളാണെങ്കിലും എല്ലാം വളരെ മനോഹരമായി തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ലണ്ടനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത, ഇവിടെ എല്ലായിടത്തും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാ സ്ഥലങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണെങ്കിലും മറ്റു സ്ഥലങ്ങളും റെസിഡൻഷ്യൽ ഏരിയകളും എല്ലാം നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിറ്റി കൂടിയാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ടെലിഫോൺ ബൂത്തുകളൊക്കെ ഇപ്പൊ മറ്റു പർപ്പസുകളിലോട്ട് മാറി. ചിലയിടങ്ങളിൽ ഡിഫിബ്രിലേറ്ററുകളാണെങ്കിൽ മറ്റു ചിലയിടത്ത് ലൈബ്രറികളാണ്. ഇതിപ്പോ ഒരു മിനി ലൈബ്രറിയാണ്. ബുക്കുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ബുക്ക് എടുത്തുകൊണ്ട് പോകാം, നമുക്ക് വായിച്ചിട്ട് തിരികെ കൊണ്ടുവയ്ക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത ബുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ആ ഒരു രീതിയിൽ ഇത് മിനി ലൈബ്രറി ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രത്യേകത, നമ്മൾ ബ്രിസ്റ്റലിൽ വരികയാണെങ്കിൽ ലണ്ടനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ലണ്ടനിൽ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. എല്ലായിടത്തും പല രാജ്യക്കാരെയും കാണാം. എന്നാൽ ഇപ്പൊ ബ്രിസ്റ്റോളിൽ വരികയാണെങ്കിലും മറ്റു രാജ്യക്കാർ അധികമില്ല. ഇന്ത്യക്കാരുടെ സാന്നിധ്യവും വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് ബ്രിസ്റ്റോൾ. പ്രത്യേകിച്ചും ഈ സിറ്റി ഏരിയകളിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം പേര് ജോലി ചെയ്യുന്ന ഏരിയയാണ് ബ്രിസ്റ്റോൾ. എങ്കിലും പ്രധാന സിറ്റിയില്, സെൻട്രൽ സിറ്റിയില് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ സാന്നിധ്യം വളരെ കുറവാണ്. ആ ഒരു മൾട്ടി കൾച്ചറലിസം കുറവായിട്ടുള്ള സിറ്റികളാണ് ബ്രിസ്റ്റോൾ ഉൾപ്പെടെയുള്ള ഏരിയകളെല്ലാം. ഇതേപോലെ ഇതിനുള്ളിൽ ഇപ്പോഴും ഫോൺ സൗകര്യമുണ്ട്. ഇപ്പൊ എല്ലാവരും മൊബൈലിലോട്ട് മാറിയപ്പോഴാണ് ഇതുപോലുള്ള ബൂത്തുകൾ അപ്രത്യക്ഷമായത്. ഇപ്പൊ ഇതിനുള്ളിൽ നമുക്ക് നോക്കാം, ഫോണുണ്ട്. ഫോണ് കൂടാതെ ബുക്കുകളൊക്കെ വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു ടവർ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മുടെ കാറ് താഴെ പാർക്ക് ചെയ്ത് ഒരു കുന്നിന്റെ മുകളിലാണ് ഇപ്പോൾ ഈ ടവർ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. ഇത് കബോർഡ് ടവർ ആണ്. കബോർഡ് ടവർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബ്രിസ്റ്റോൾ മുഴുവൻ കാണാവുന്ന രീതിയിലുള്ള വലിയൊരു ടവർ. അപ്പൊ അങ്ങോട്ട് കയറണമെങ്കിൽ കുറച്ച് ഇതുപോലൊരു വലിയ കുന്നിന് മുകളിലോട്ട് നമ്മൾ നടന്നു കയറണം. അപ്പൊ നമ്മള് മുകളിലോട്ട് പോവുകയാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലേക്ക് ക്രിസ്മസ് ട്രീക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ ഐറ്റം ഒക്കെ കാണാം. അതിന്റെ ഒറിജിനലാണിത്. ഇതേപോലെ നിറയെ ഇതിൽ ചുവന്ന കായകൾ ഉണ്ടാകും. അപ്പൊ അത് ക്രിസ്മസ് സമയത്ത് ഇത് കട്ട് ചെയ്ത് ഡെക്കറേഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതുപോലുള്ള ചെടികൾ ഇവിടെ വളരെ കോമൺ ആണ്. ഇത് ബ്രാൻഡൻ ഹിൽ പാർക്കാണ്. ഇപ്പൊ ടവറിന്റെ മുകളിൽ നമുക്ക് കയറാം. പ്രത്യേകിച്ച് ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ നടക്കുന്നത് പോലൊരു വഴിയാണ് ഇവിടെ ഉള്ളത്.
ഇവിടെ നിറയെ ബ്ലാക്ക്ബെറികളൊക്കെ നിൽക്കുന്ന കാണാം. ഇപ്പൊ ബ്ലാക്ക്ബെറി ഇവിടെ വളരെ കോമൺ ആണ്. UK എവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ ബ്ലാക്ക്ബെറി പഴങ്ങൾ നമുക്ക് എല്ലായിടത്തും കാണാം. ഇതുപോലെ കാട്ടിലെല്ലാം വളരുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലാക്ക്ബെറി. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ബ്ലാക്ക്ബെറി വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ആണെങ്കിൽ ഇവിടെ എല്ലാ കാടുകളിലും ഇത് ധാരാളമായിട്ട് വളരും. നമ്മുടെ വീടിന് സമീപത്ത് ഇതുപോലെ ധാരാളം ഉണ്ട്. നമുക്ക് കുറച്ച് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ പൈൻ മരങ്ങളാണ് എല്ലായിടത്തും. ഇപ്പൊ പൈൻ മരങ്ങളിലൊക്കെ കായ ഉണ്ടാകുന്ന സമയമാണ്. ഇതുപോലുള്ള ചുവന്ന കായ്കളാണ് നിറയെ പൈൻ മരങ്ങളിലുള്ളത്. ഇവിടെ നല്ല ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. പിങ്കും വെള്ളയും നിറത്തിലുള്ള ആമ്പൽപ്പൂക്കളാണ് കുളത്തിൽ നിറയെ. ഇപ്പൊ ഒരു മലയുടെ മുകളിലോട്ട് നമ്മൾ എത്തുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേപോലുള്ള ചെടികളൊക്കെ ഇവിടെയും ധാരാളമായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ ഇന്റീരിയർ ആയിട്ടും വീടുകൾക്കുള്ളിൽ ഇതുപോലുള്ള ചെടികൾ നടന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അത് വെറുതെ പറമ്പിൽ വളരുന്ന ചെടിയാണെങ്കിലും. ഇപ്പൊ നമ്മൾ മലയുടെ മുകളിലെത്തി ടവറിന്റെ അടുത്തെത്തി. അപ്പൊ നമുക്ക് ടവറിന്റെ മുകളിലോട്ട് കയറാം. സ്റ്റെപ്പിലാണ് മുകളിലോട്ട് കയറുന്നത്. മൊത്തം ഇരുട്ടാണ്. ഇപ്പൊ നമ്മൾ ഗുഹയുടെ മുകളിലോട്ട് പോലെ കയറുന്ന പോലെയാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നല്ല ഉയരത്തിലുള്ള ടവറാണ്. നമുക്ക് ക്ലൈംബ് ചെയ്യാം. വളരെ നാരമായിട്ടുള്ളൊരു വഴിയാണിത്. ഒരാൾക്ക് 1-2 പേർക്ക് കഷ്ടി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടവറാണ്. ഇപ്പൊ നമ്മൾ പകുതി വഴി കയറി കയറുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് താഴേക്ക് വരുന്നവരുണ്ട്. അപ്പൊ ആ സമയത്ത് കടന്നു പോകാന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഞെങ്ങി ചരിക്കും ആണ് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു ടവറാണിത്. കുറച്ച് വെയിറ്റ് കൂടിയാണെങ്കിൽ കടന്നു പോകാൻ വലിയ പാടായിരിക്കും. ഇത് അത്രയ്ക്കും ചെറിയൊരു വഴിയാണ്. അതിന്റെ മുകളിലോട്ട് നമ്മൾ കയറി കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ടവറിന് മുകളിലെത്തി. താഴേക്കുള്ള കാഴ്ച ഇതാണ്. ബ്രിസ്റ്റോൾ സിറ്റി മുഴുവൻ കാണാവുന്ന രീതിയിൽ അത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ കാനഡയിൽ നമ്മൾ പോയപ്പോൾ ടൊറോണ്ടോ ടവറിൽ കയറിയിരുന്നു. ആ ടൊറോണ്ടോ ടവർ പോലെ തന്നെ ഇപ്പൊ ബ്രിസ്റ്റോളിലുള്ള ടവറാണ്. ഇതിന് അത്ര ഉയരമൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ നമുക്ക് സിറ്റി മുഴുവൻ കാണാവുന്ന രീതിയിൽ ലേക്സും ഹാർബറും ഒക്കെ നമുക്ക് കാണാവുന്ന രീതിയിൽ എത്ര ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എപ്പോഴും വലിയ കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ കയറി വരുന്നത് നാരോ ആയിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് നമ്മൾ കയറി വരുന്നത്, സ്റ്റെപ്പിലൂടെയാണ് കയറി വരുന്നത്. പക്ഷെ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുക. അത്ര നിരന്ന ഒരു സ്ഥലമല്ല ബ്രിസ്റ്റോള്. ഇവിടെ കുന്നും മലകളെല്ലാം ഉണ്ട്. നമുക്ക് കാണാം മറ്റൊരു കുന്ന് ആ സൈഡിൽ കാണാം. നമുക്ക് അതിന്റെ അടിവാരത്തിലാണ് പ്രധാന സിറ്റി ഉള്ളത്. അപ്പൊ ഇതുപോലെ കുന്നും മലകളൊക്കെ നിറഞ്ഞതിൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും ബ്രിസ്റ്റോൾ മുഴുവൻ കാണാവുന്ന രീതിയിൽ. ഇപ്പൊ നമ്മള് ടവറിന്റെ ഏറ്റവും മുകളിലാണ് ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത്. 2 സ്റ്റെപ്പുകളുണ്ട്. ഇതിന് ഏകദേശം മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് നിൽക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും മുകളിലാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോ ഈ മുകളിലോട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി, സസ്പെൻഷൻ ബ്രിഡ്ജ്, അതുപോലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് നോക്കുന്ന ആ ഒരു എഫക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ധാരാളം പേരാണ് ഇപ്പൊ ടവർ കാണാനായിട്ട് വന്നിട്ടുള്ളത്. നല്ല തിരക്കാണ് ഇപ്പോൾ എല്ലായിടത്തും. നമുക്ക് ഈ ടവറിന്റെ 4 വശത്തു നിന്നും സിറ്റി കാണാവുന്ന രീതിയിലാണ് ഈ ടവർ ഇവിടെ ഉള്ളത്. നല്ലൊരു ലോങ് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുക. ഇപ്പോൾ നല്ല കാറ്റാണ് ഈ സമയത്തും. കാരണം നല്ല ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ കാണാം നല്ല ഉയരത്തിൽ. ഇപ്പോൾ അത് അത്ര പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ആ ഒരു ടവറാണെങ്കിലും ഇപ്പോഴും ധാരാളം സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളാണ് ഇപ്പൊ എനിക്ക് താഴെ കാണുന്നത്. അപ്പൊ നമുക്ക് ബ്രിസ്റ്റോൾ സിറ്റി മുഴുവൻ നമുക്ക് ഇവിടെ നടന്നു കാണാം. നമുക്ക് ഇതിൽ വരികയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും മുകളിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ 4 വശത്തും ഇപ്പൊ ചുറ്റിനും നടക്കാവുന്ന രീതിയിലാണ് ഈ ടവർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ടവറിന്റെ ചുറ്റുവട്ടത്തായി ഇതുപോലെ ധാരാളം ആമ്പൽക്കുളങ്ങളാണ് ധാരാളമായിട്ടുള്ളത്. അത് മഞ്ഞയും പിങ്ക് കളറിലുള്ള ആമ്പലാണ് കൂടുതലായിട്ടുള്ളത്. ടവറിന്റെ മുകളിൽ നമ്മൾ കയറുമ്പോൾ കിടന്ന ആ ഒരു വ്യൂ ഇപ്പൊ താഴെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം. ഇതേപോലെ 2 സ്റ്റെപ്പുകളിലായിട്ട് മുകളിലെ സഞ്ചാരികളൊക്കെ എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ബ്രിസ്റ്റോളിന്റെ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടുക. ഇപ്പൊ ഇത് വളരെ പുരാതന കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടവറാണിത്. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ, 4 വശത്തേക്കുള്ള ഒരു വ്യൂ ആണ് നമുക്ക്, ആ ഒരു സിറ്റി വ്യൂ ആണ് നമുക്ക് ഇവിടെ നല്ല ലഭിക്കുക. ആ ടവറിന്റെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ താഴെ നിന്ന് നോക്കണം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ടവർ മുഴുവനായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് ഇവിടെ തൊട്ട് താഴെയാണ് നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. താഴെയുള്ള റോഡിലാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നാൽ നമുക്ക് ടവർ കാണാൻ പറ്റും. ടവറിലോട്ട് പോകുന്ന വഴിയാണിത്. കാറുകൾക്കൊന്നും ഇങ്ങോട്ട് പെർമിഷൻ ഇല്ല. നമുക്ക് നടന്നു വരാവുന്ന രീതിയിലാണ് ഈ വഴി നിർമ്മിച്ചിരിക്കുന്നത്. പാർക്കിനുള്ളിലൂടെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മല കയറാതെ ഇതുപോലെ ഈ റോഡിലൂടെ വരികയാണെങ്കിൽ റിലാക്സ് ചെയ്ത് നമുക്ക് മലയുടെ മുകളിലെത്താം.
നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ ഗ്രീനറിയാണ് ഇവിടെ എല്ലായിടത്തും. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ടവറിന്റെ ഏരിയയിലും ക്രിസ്റ്റൽ യൂണിവേഴ്സിറ്റിക്ക് സമീപമായിട്ടുള്ളത് നല്ല ഗ്രീനറി, എല്ലായിടത്തും പച്ചപ്പും മരങ്ങളുമാണ് നിറയെ. ഒരു വലിയ സിറ്റി, ഒരു സിറ്റിയുടെ യാതൊരു പ്രതീതിയും ഇല്ലാതെ ഒരു ഗ്രാമത്തിനുള്ളിൽ വന്ന ആ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബ്രസ്റ്റലിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക, ഈ ടവർ കാണാനായിട്ട് വരിക. ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല, കാറ് പാർക്ക് ചെയ്യാനുള്ള ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ മനോഹരമായ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.